എല്ലാവർക്കും എൻ്റെ മയിൽപ്പീലി ചാനലിലേക്ക് സ്വാഗതം. 3-4 നൈറ്റി വാങ്ങി വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായി. ഇതുവരെ അതിൻ്റെ ഇറക്കവും മണ്ണൊന്നും കുറച്ചിട്ടില്ല, മറന്നുപോയി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പുതിയ നൈറ്റി തന്നെ ഇടണമെന്ന് എനിക്ക് ഒരു തോന്നൽ. അപ്പോൾ അത് ഇന്ന് വണ്ണവും കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ കാര്യം എന്ന് വിചാരിച്ചു. അങ്ങനെ നൈറ്റിയൊക്കെ കൊണ്ട് തയ്ക്കാനിരിക്കുമ്പോഴാണ് സ്റ്റിച്ച് ശരിയാവണില്ല കേട്ടോ തയ്യലിൻ്റെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കേസ് ഇത്തിരി ലൂസായ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ കേസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വേഗം തന്നെ ഇത്തിരി നൂലും ചുറ്റി അടിക്കാൻ തുടങ്ങിയിട്ടോ. ഞാൻ നൂലൊന്നും മാറുന്നില്ല, എല്ലാം നൈറ്റിക്ക് ഇരുന്ന നൂല് തന്നെ. ഇതിന് മുമ്പൊരു ചുരിദാറിൻ്റെ സൈഡ് അടിച്ചതിൻ്റെ നൂല് തന്നെയായിരുന്നു. അപ്പോൾ ആ കളർ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അടിക്കാൻ തുടങ്ങിയത്. ഈ മിഷൻ 2018 ചെളിയും വെള്ളമൊക്കെ കയറി 2-3 ദിവസം ചെളിയിൽ തന്നെ കിടന്ന മിഷനാണ് കേട്ടോ. പിന്നെ ഞാനത് കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നന്നാക്കിച്ച് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒക്കെ മാറ്റി പുതിയ മിഷൻ പോലെ ആക്കി വെച്ചേക്കാണ്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊരു മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നൈറ്റികൾ തല മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല ചുരിദാറിൻ്റെയോ വല്ല ബെഡ്ഷീറ്റുകളുടെ സൈഡ് അടിക്കാനോ തോർത്തുകളുടെ സൈഡ് അടിക്കാനോ ഇനി ചുരിദാർ ഷേപ്പാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് ഇഷ്ടമനുസരിച്ച് ചെയ്യാമല്ലോ. നൂലൊക്കെ ശരിയാക്കി ഞാൻ തയ്ക്കാൻ തുടങ്ങി. ഇതാണ് എൻ്റെ ഒരു നൈറ്റി. എല്ലാ നൈറ്റിയും കോട്ടനാണ് കേട്ടോ, സാധാ. പിന്നെ ഇതാണ് രണ്ടാമത്തെ നൈറ്റി. ഒക്കെ ഇതിന് ഇറക്കവും വണ്ണവും കൂടുതലാണെന്നുള്ളൂ. ഇതാണ് മൂന്നാമത്തെ നൈറ്റി, ഈ നീല. പിന്നെ ഈ മഞ്ഞ. അങ്ങനെയാണ് 4 നൈറ്റി. ഈ നൈറ്റി കറക്റ്റ് അടിച്ച് ഞാൻ വണ്ണമൊക്കെ കുറച്ച് നല്ല ഷേപ്പാക്കി എടുത്തു. കണ്ടോ, കറക്റ്റ് ഇതായിട്ട് കിട്ടി. ഇത്തിരി ലൂസാണ്, കുഴപ്പമില്ല. അത്രയും ലൂസിൽ നൈറ്റി കിടന്നില്ലെങ്കിൽ ശരിയാവില്ല. ഇതും കറക്റ്റ് ശരിയാക്കി എടുത്തു, കറക്റ്റായി. എല്ലാ ഉടുപ്പുകളും ഞാൻ കറക്റ്റ് പാകത്തിനാക്കി എടുത്തു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ പുതിയൊരു ഫ്ലാസ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തോരം ചൂടുവെള്ളം കൊള്ളും എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒഴിച്ചു.